കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ആശങ്ക ഉണർത്തുന്ന വാർത്തയിലേക്കാണ് ആദ്യം. എന്താ ഭിന്നശേഷിക്കാരനെ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിന് യുവതി ആളെ കൂട്ടി ക്രൂരമായി തല്ലി വാരിയെല്ല് തകർത്തു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? സുഹൃത്തുക്കളായ യുവാക്കളുടെ മുന്നിൽ വെച്ചാണ് ലൈംഗിക ബന്ധത്തിന് ഭിന്നശേഷിക്കാരൻ നിർബന്ധിച്ചത്. സംഘം ഹണി ട്രാപ്പ് ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം. സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള ടീമാ www.sarsu.com. ആർക്കും എപ്പോ വേണമെങ്കിലും ബ്രൗസ് അയ്യോ ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു. ആ ഗുണ്ടിയെ പനമ്പള്ളി നഗർ ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിൽ വെച്ചാണ് കൊല്ലം സ്വദേശി അമൽ ദേവിന് മർദ്ദനമേൽക്കുന്നത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ഒന്നാം പ്രതി സ്വപ്നയും സംഘവുമാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ച വൈപ്പിനിൽ വെച്ച് കാണാമെന്ന് അമൽ ദേവ് സ്വപ്നയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹോട്ടൽ റൂമിലേക്ക് വരാനായിരുന്നു സ്വപ്ന ആവശ്യപ്പെട്ടത്. അമൽ ദേവ് റൂമിലെത്തിയതിന് പിന്നാലെ സ്വപ്നയുടെ കൂട്ടാളികളായ 4 പേരുമെത്തി. സ്വപ്നയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഇവർ അമൽ ദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽ ദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. തലയ്ക്കടിച്ചെങ്കിലും ഇടതുകൈ കൊണ്ട് തടഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അമൽ ദേവിന്റെ നഗ്ന ചിത്രങ്ങളും ഇവർ പകർത്തി. മർദ്ദനത്തിൽ അമൽ ദേവിന്റെ വാരിയെല്ലൊടിഞ്ഞു. പക്ഷെ ഒരു തരി നാണമോ കുറ്റബോധമോ അവൾക്ക് സ്റ്റേഷനിൽ വെച്ച് പോലും ഉണ്ടായിരുന്നില്ല. പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പരമനാറി പട്ടി കഴിവേറടാ മോളെ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു?